ഇവിടെ ആയിരുന്ന് ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും സ്വർഗത്തിലെ ദൈവകൃപ നൽകുവാനായിട്ട് തീർന്നു. അതിൽ ദൈവജനം, ദൈവമക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവരും ഉത്സാഹത്തോടെ കടന്നു വന്ന് സംബന്ധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ഒക്കെ ദൈവത്തിൻ്റെ ആത്മാവ് കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിനും നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായുള്ള പ്രാർത്ഥനയ്ക്കും പ്രത്യേക നന്ദി ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ അറിയിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. 6 ദിവസങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ വിവിധ സെഷനുകളിൽ വന്ന് ശുശ്രൂഷിച്ചത് ദൈവസഭയ്ക്ക് അത് വലിയ വിടുതലായി മാറി. കുടുംബങ്ങൾക്ക്, സഭകൾക്ക് അത് വലിയ ദൈവിക അനുഗ്രഹമായി മാറി. ഇവിടെ അറിയിച്ചപ്പെട്ട പ്രധാനപ്പെട്ട ദൂത്, ഹല്ലേലൂയ, കുടുംബങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് ദൈവം തൻ്റെ മഹത്വം, തൻ്റെ അനുഗ്രഹം, തൻ്റെ നന്മകൾ, തൻ്റെ വിടുതലുകൾ കുടുംബങ്ങളിൽ ആരംഭിച്ചിരിക്കുന്നുവെന്നാണ് ശക്തമായി വന്ന ദൈവദാസന്മാർ പലരും ആവർത്തിച്ച് പറയുവാനായിട്ടിടയായിത്തീർന്നത്. ക്രിസ്തല്ലോ, നമ്മുടെ സഭയ്ക്ക് ഒരു വിടുതൽ ആവശ്യമുണ്ട്, നമ്മുടെ ദേശത്തിന് ഒരു വിടുതൽ ആവശ്യമുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാ കുടുംബങ്ങളിലും ഒരു വിടുതൽ ആവശ്യമുണ്ട്. ആ വിടുതൽ ആരംഭിച്ചിരിക്കുന്നു ഹല്ലേലൂയ എന്നാണ് ഹല്ലേലൂയ പൊതുവിൽ മൊത്തത്തിൽ ദൈവദാസന്മാർ മിക്കവരും പറയുവാനായിട്ടിടയായിത്തീർന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യുവാനിരിക്കുന്ന വിടുതലിനെ സ്വീകരിക്കുവാൻ, അതിനെ അക്സെപ്റ്റ് ചെയ്യുവാൻ, അതിനെ ഏറ്റെടുക്കുവാൻ, അതിനെ അംഗീകരിക്കുവാൻ, അതിന് പ്രാർത്ഥനയോടുകൂടെ അതിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ഹല്ലേലൂയ ആത്മാവിനെയും നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങളെ സമർപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകട്ടെ എന്ന് ആത്മാവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വിവിധ പുതിയ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എല്ലാവരുടെയും പേര് എനിക്ക് അറിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. എങ്കിലും ഞാൻ അവരെ എന്ത് ചെയ്യാം, പ്രിയ ജോൺസച്ചാന്റെ ഓടുള്ള ബന്ധത്തിൽ വന്നിരിക്കുന്ന ബന്ധുമിത്രാദികളുണ്ട്. അവരെ ഒന്ന് അച്ഛാന്റെ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന ബന്ധുമിത്രാദികളുണ്ട്. എന്നേക്കാമോ ആശ സിസ്റ്റർ ഭവനത്തിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാവരും നേട്ടാട്ടെ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, ഇതിനാട്ടെ. സാക്ഷി പറയണമെങ്കിൽ 1-2 പേർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ഹല്ലേലൂയ, പ്രിയ മനുഷ്യാന്റെ ഭവനത്തിൽ നിന്നും അവിടെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ള ചില പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ കേൾക്കാമോ? ഓക്കെ, അമ്മച്ചിയുണ്ട്. അമ്മച്ചിക്ക് എഴുന്നേക്കാൻ പറ്റാത്തോണ്ടാണ്. ഓക്കെ, അമ്മച്ചി എഴുന്നേറ്റു. ഓക്കെ, ഗോഡ് ബ്ലസ് യു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് 1-2 പേർക്ക് ഒത്തിരി സമയമില്ലെങ്കിലും സാക്ഷ്യം പറയാനുള്ള അമ്മച്ചിക്ക് സാക്ഷിയൊക്കെ പറയണം. അമ്മച്ചിയുടെ സാക്ഷിയൊക്കെ കേൾക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, കൊച്ചുമക്കളുടെ സ്നാനം കാണാനും പ്രിയപ്പെട്ടവരുടെ സ്നാന ശുശ്രൂഷയിൽ പങ്കാളിയാകുവാനും സാക്ഷിയാകുവാനും ദൈവത്തിന്റെ ആത്മാവ് കൃപ നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മൾ ഒത്തിരി നാളുകൾ കൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഹല്ലേലൂയ, സ്തോത്രം, എന്താ ഒരു അനുഭവമായിരുന്നു ഈ ആഴ്ചത്തെ അനുഭവം. നമുക്കറിയാം, ഈ ചെയിൻ ഫാസ്റ്റിംഗ് പ്രയർ നിരന്തരമായിട്ട് എനിക്ക് തോന്നുന്നു 45-50 ദിവസങ്ങളോളം ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു വിടുതലാണ് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുവാനായിട്ടിടയായിരിക്കുന്നത്. യെസ്, അതാണ് ഞാൻ ആദ്യമായി അത് വിശ്വസിക്കുവാനായിട്ട് ഇടയായിട്ട്. അതിൻ്റെ ഒരു വിടുതൽ, അതിൻ്റെ ഒരു മഹത്വം ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം കൃപ ചെയ്തു എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ ഈ ഇന്നലെ വരെ 8 ദൈവദാസന്മാർ നമ്മുടെ നടുവിലേക്ക് കടന്നു വന്ന് മുറ്റത്ത് കൺവെൻഷനും മറ്റുള്ള മീറ്റിങ്ങുകൾക്കും ആത്മാർത്ഥമായി കടന്നു വന്ന് സഹകരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിച്ചു എന്നുള്ളത് വളരെ ആർത്ഥ്യമുള്ള കാര്യമാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. എനിക്ക് വലിയ സന്തോഷമുള്ളത് പ്രിയ സാങ്കുട്ടിച്ചാൻ ഇന്ന് നമ്മുടെ മധ്യയായിരിക്കുന്നതിലാണ്. സ്തോത്രം. ദൈവത്തിന്റെ ദാസനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അത് അത്ഭുതകരമായ ഒരു വിടുതലായി ഞാൻ മനസ്സിലാക്കുവാനായിട്ടിടയായിത്തീരുന്നു. എന്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കും. മറ്റു പലരും ഞാൻ അറിയാത്ത അല്ലെങ്കിൽ പേരൊന്നും മനസ്സിലാക്കാത്ത ചിലരൊക്കെ ഇതിന്റെ നടുവിലുണ്ട്. അവരൊക്കെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താമെങ്കിൽ സാക്ഷ്യ സമയത്ത് ഒരല്പസമയം നിങ്ങൾ അങ്ങനെ പരിചയപ്പെടുത്തുവാൻ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ ടൈം ഇല്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. കാര്യങ്ങളെല്ലാം നടക്കണം. കർത്താവിന്റെ
യേശു നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. സ്നാനപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ബൈബിളും അവരുടെ സർട്ടിഫിക്കറ്റൊക്കെ നൽകേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാവർക്കും ഇന്നിവിടെ ആഹാര ക്രമീകരണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഭക്ഷിച്ചിട്ടേ കടന്നു പോകാവുള്ളൂ. നേരത്തെ ആരെങ്കിലും പോകണമെങ്കിലും നിങ്ങൾ അവിടെ ചെന്ന് എന്ത് ചെയ്യണം, കൗണ്ടറിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോകാവുള്ളൂ. അല്ലാതെ ആരും പോകാൻ പാടില്ല. എല്ലാവർക്കും ഫുഡ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രമീകരിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുവാൻ, ബലപ്പെടുത്തുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ, സന്തോഷമുള്ളവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാവരെയും ബലപ്പെടുത്തട്ടെ. സങ്കീർത്തന ഭാഗത്തിന് കൂടുതൽ ഞാൻ സംസാരിക്കുവാനായിട്ട് തീരില്ല. ഹല്ലേലൂയ, തുനിയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. സമയത്തിന്റെ പരിധി കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, സ്നാനപ്പെട്ട നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങൾ ധരിച്ചിരിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിനെ എന്ത് ചെയ്തിരിക്കുന്നു? സ്നാനപ്പെട്ട എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ ക്രിസ്തുവിൽ എന്തായിരിക്കണം? പുതുക്കമുള്ളതായിരിക്കണം. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയതിനില്ല കേട്ടോ. പഴയതിനില്ല സഹോദരന്മാരെ, പഴയതിനില്ല. പഴയതൊക്കെ പൊക്കി വരുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോണം. പഴയതിനില്ല. സകലം പുതുതായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ഇടപെടലുകൾ, നിങ്ങളുടെ മറ്റുള്ളവരോടുള്ള സമീപനം, സഭയോടുള്ള, ദൈവദാസന്മാരോടുള്ള, നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള, നിങ്ങളുടെ സഹോദരങ്ങളോടുള്ള, ഹല്ലേലൂയ, ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള മാതാക്കൾ, പിതാക്കളോടുള്ള നിങ്ങളുടെ സമീപനം ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമുള്ളതാണ്. നിങ്ങളുടെ സമീപനം ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങളുടെ നാവിൽ നിന്നും അശുദ്ധമായതൊന്നും പുറപ്പെട്ടു വരുവാൻ പാടില്ല. നിങ്ങളുടെ നാവിൽ നിന്നും ചിന്തയായ വാക്കുകളോ അങ്ങനെയുള്ള അല്ലെങ്കിൽ സ്വഭാവങ്ങളോ നമ്മുടെ ഹൃദയത്തിലോ നമ്മുടെ വായിൽ നിന്നോ പുറത്തു വരാൻ പാടില്ല. നമ്മുടെ നോട്ടവും നമ്മുടെ ചിന്തയും നമ്മുടെ സംസാരവും നമ്മുടെ പ്രവർത്തികളും എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ ദേഷ്യം നമുക്ക് വരും, കോപം നമുക്ക് വരും, ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെയുള്ള പെട്ടെന്ന്. പക്ഷെ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യണം. ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും കോപമോ ദേഷ്യമോ അത് നമ്മെ കൺട്രോൾ ചെയ്യല്ലേ. മനസ്സിലായി ഞാൻ പറഞ്ഞത്? നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യണം. മാനസികമായി നമ്മൾ അതിനെ എത്തിക്കണം, കൺട്രോൾ ചെയ്യണം. അത് നമ്മെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ നമ്മൾ അടിമുടി തെറ്റും. മനസ്സിലായ പറഞ്ഞേ? അത് നമ്മെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ നമ്മൾ അടിമുടി തെറ്റും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം. ഹല്ലേലൂയ. സ്നാനപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളും മറ്റുള്ളവരും ഈ മുമ്പോട്ടുള്ള ആത്മീക ജീവിതം നയിക്കേണ്ടത് എന്ന് ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നിങ്ങളെ തന്നെ നിങ്ങളുടെ മുമ്പിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം കൃപ നൽകുമാറാകട്ടെ. ഇന്ന് എത്ര സന്തോഷമുള്ള നല്ല നല്ല ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. നല്ല മനോഹരമായ ഡ്രസ്സൊക്കെ ധരിച്ച്, കൂടുതൽ മാക്സിമം എല്ലാവരും വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആരാധനയ്ക്ക് വരുമ്പോൾ നമുക്കൊരു ഡ്രസ് കോഡ് എന്തുണ്ട്? മനസ്സിലായി ഞാൻ പറഞ്ഞേ? ആരാധനയ്ക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു, വേറെ എവിടെയെങ്കിലും പോകുന്നത് പോലെ അല്ല ആരാധനയ്ക്ക് വരുന്നതാണോ? അല്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഇനി കോളേജിലേക്കും മറ്റു ജീവിതത്തിലേക്കൊക്കെ നിങ്ങൾ പ്രവേശിക്കേണ്ടവരാണ് ഈ കുഞ്ഞുങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളെ അഭിമുഖീകരിക്കേണ്ടുന്ന പല പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യും? വരും. മാതാപിതാക്കളെ വിട്ട് ഹോസ്റ്റലിലും മറ്റും നിന്ന് താമസിക്കേണ്ടതായിട്ട് വരും. ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് ഭയങ്കര സമ്മർദ്ദങ്ങൾ എന്ത് ചെയ്യും? സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. കൂട്ടുകാരികൾ വന്ന് നമ്മുടെ മുമ്പിൽ വന്ന് എന്ത് ചെയ്യും? ഓരോന്നോരോന്ന് പറയും. ഡ്രസ്സ് അത് കൊള്ളത്തില്ല, ഇങ്ങനെയുള്ള ഇട്, പിന്നെന്താണ് പിഴിയം പഠിക്ക്, പിന്നെന്താണ് മുടി ഇങ്ങനെ ഇങ്ങനെ വെട്ടിയിട്ടിട്ട് എന്ത് ചെയ്യും? അങ്ങനെ ചെയ്യ്, പിന്നെന്താണ് പിന്നെന്താ ലിപ്സ്റ്റിക് ഇട്. ഞാൻ ഇട്ടപ്പം കണ്ടോ നല്ല സൂപ്പറായിട്ടുണ്ട്, നീ ഇട്ട് കഴിഞ്ഞാൽ നല്ല എന്താണ് പിന്നെ ചില ചിന്തിക്കും ആഭരണം ഇല്ല എന്നാ ഇത് എന്ത് ചെയ്യും? എൻ്റെ ആഭരണം ഒന്ന് ഇട്ട് ഒന്ന് നോക്ക്, ഒട്ടിച്ച് വെക്കേണ്ടതൊക്കെ ഉണ്ടല്ലേ, അങ്ങോട്ട് ഇട്ട് നോക്ക് എങ്ങനെ ഉണ്ടെന്ന്, എങ്ങനെയെന്ന് കുലിങ്ങിയൊക്കെ നോക്ക് എന്നൊക്കെ എന്ത് ചെയ്യും? സമ്മർദ്ദങ്ങൾ ഉണ്ടെന്നേ നിങ്ങൾക്കുണ്ട്.
നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളോട് പറയും, അല്ല പെൺകുഞ്ഞുങ്ങളോട് പറയും, ചിജി ഇതൊന്നും എന്ത് ചെയ്യും, ലഹരി ഇതൊന്നും ഉപയോഗിച്ച് നമുക്ക് പ്രശ്നമൊന്നുമില്ല, അല്ല ഒരു പ്രശ്നം എന്ത് ചെയ്യുന്നില്ല, വരത്തില്ല, ഇച്ചിരി കൊണ്ട് ഉപയോഗിച്ച് നോക്ക്. ആ ഞാൻ കണ്ടില്ലേ, ഇവിടെ കീറിയ അതിന്റെ വസ്ത്രമൊക്കെ ഇട്ടോണ്ട് പോകുമ്പോൾ അത് ഒന്ന് മേടിക്കുക, അത് നല്ലതാ, ഒന്ന് ഇട്ട് നോക്ക്. ആ ചിലത് കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഫാഷൻ ഡ്രസ്സൊക്കെ ധരിച്ച് ഒന്ന് കുനിയുമ്പോൾ കാണാം ഈ അടിവസ്ത്രമല്ല ഇവിടെ തിരിയും. ആ ഇങ്ങനെ ഉള്ള കാര്യം പറഞ്ഞേ. ചില കണ്ടിട്ടില്ലേ തലമുടിയൊക്കെ ഇങ്ങനെ എന്ത് ചെയ്തു, അല്ല ചട്ടി പോലെ വെട്ടി ഇങ്ങനെ വല്ലാതെ ആക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോണം, അത് നിങ്ങൾ വെട്ടാൻ പ്രേരിപ്പിക്കും. അത് ചിലത് കണ്ടിട്ടില്ലേ കാക്ക അപ്പിയിട്ടതുപോലെ ഇങ്ങനെ ഇവിടെ എല്ലാം വെള്ളയടിച്ച് കണ്ടിട്ടില്ലേ? എന്തെല്ലാം പരിപാടി കാണിക്കണമെന്നറിയാമോ? പക്ഷേ ദൈവവചനത്തിന്റെ വിശുദ്ധിയോടെ, ദൈവവചനത്തിന്റെ പ്രമാണം അനുസരിച്ചവർ, വിശുദ്ധിയോടെ കർത്താവിനെ സേവിക്കുന്നവർ, നിങ്ങൾക്കൊരു ആത്മീക നിലവാരമുണ്ട്, നിങ്ങൾക്കൊരു ആത്മീക മൂല്യമുണ്ട്. അവരുടെ വിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നും, നിങ്ങൾ എന്തുടുക്കണമെന്നും, നിങ്ങൾ എന്ത് ഭക്ഷിക്കണമെന്നും, നിങ്ങൾ എങ്ങനെ സംസാരിക്കണമെന്നും, നിങ്ങൾ എങ്ങനെ ബഹുമാനിക്കണമെന്നും, നിങ്ങൾ എങ്ങനെ വചനം പഠിക്കണമെന്നും, നിങ്ങൾ എങ്ങനെ ജോലി ചെയ്യണമെന്നും, അല്ല നിങ്ങൾ എങ്ങനെ കുടുംബത്തിലായിരിക്കണമെന്നോ, നിങ്ങൾ എങ്ങനെ സമൂഹത്തിലായിരിക്കണമെന്നോ, നിങ്ങളുടെ ഗുരുക്കന്മാരിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണമെന്നോ വ്യക്തമായി നിർദ്ദേശിക്കുന്ന ഒരു വചനമുണ്ട്. അതാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ജീവിതത്തിന് ആവശ്യമായ സകലവും ഇതിനകത്തുണ്ട്. വായിച്ചാൽ മതി. കോപം വന്നാൽ എന്ത് ചെയ്യണം? ദേഷ്യം വന്നാൽ എന്ത് ചെയ്യണം? കൂട്ടുകാരെല്ലാം കൂടെ സമ്മർദ്ദം ഉൾപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാം ഇതിനകത്തുണ്ട്. മനെ ദൈവത്തോടെടുത്ത തീരുമാനമാ, മക്കളെ ദൈവത്തോടെടുത്ത തീരുമാനമാ. ആദ്യം ഒരു ഉടമ്പടിയാ. എന്റെ കർത്താവിനെ ഞാൻ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചു കൊള്ളാമെന്ന് സ്നാനജലത്തിൽ എടുത്തില്ലേ നമ്മൾ? നമ്മൾ എടുത്തില്ലേ? നമ്മൾ തീരുമാനമെടുത്തില്ലേ? ഈ മനുഷ്യരുടെ മുമ്പിലല്ലത്, ദൂതന്മാരുടെ മുമ്പിൽ, ദൈവത്തിന്റെ മഹാനായ ദൈവത്തിന്റെ മുമ്പിലാണ് നിങ്ങൾ തീരുമാനം പറഞ്ഞത്. ആരുടെ സ്നാനപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമുക്കൊരു തീരുമാനം ദൈവത്തോടൊരു ഉടമ്പടി എടുത്തിട്ടുണ്ട്. നമ്മളൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ആ ഉടമ്പടിയാണ് ഇന്ന് പകലത് സത്യമായത്. പറഞ്ഞോണം, ഏതെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും പറഞ്ഞോണം, ഇല്ല. അതിൽ ഒന്നാമനായി ഞാൻ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിന്തകെന്ന് പറഞ്ഞാൽ യോസഫാണ്. ഇല്ല, ഈ പാപം ചെയ്ത് എന്റെ ദൈവത്തോടകന്നിരിക്കാൻ, ഈ തിന്മ ചെയ്ത് എന്റെ ദൈവത്തോട് കുറ്റം ചെയ്യാൻ എനിക്ക് കഴിയില്ല. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ഏൽക്കേണ്ടി വന്നിട്ടും ഇല്ല 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 ഇല്ല. പാപത്തോട് പോരാടുന്നത് എങ്ങനെ? പ്രാണത്യാഗത്തോട്. നമ്മുടെ മുമ്പിൽ പാപമുണ്ട്. കൈനെ നീ കോപിക്കേണ്ടത്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നിനക്ക് പ്രസാദം ഉണ്ടാക്കിയില്ലയോ? പാപം നിന്റെ മുമ്പിൽ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. നീയോ അതിനെ ജയിക്കണം, നീയോ അതിനെ. നമ്മുടെ നമ്മൾ സ്റ്റെപ്പ് വെക്കുന്നതിന് മുമ്പിൽ, ആൾറെഡി നമ്മുടെ പ്രവേശന വാതിലിന്റെ മുമ്പിൽ തന്നെ പാപത്തിന്റെ ശക്തികളുണ്ട്. അതിന്റെ ആഗ്രഹം എന്നെ വീഴ്ത്തണമെന്ന, അതിന്റെ ആഗ്രഹം നിങ്ങളെ തകർക്കണമെന്ന, അതിന്റെ ആഗ്രഹം നിങ്ങളെ മൂച്ചോട് മുടിക്കണമെന്ന. ആൾറെഡി പക്ഷേ അത് നമ്മെ മുടിക്കുകയല്ല, നാം അതിനെ തകർക്കണം. നമ്മൾ അതിനെ ജയിക്കണം. കേട്ടോ, നമ്മളതിനെ ജയിക്കണം. അതിനായി ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരുക, ദൈവശക്തി നമ്മുടെ മേൽ പകരുക. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ മറ്റൊരു സംഗീതത്തിലൊന്നും ഞാൻ എത്തിയുന്നില്ല, എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രത്യേക സാന്നിധ്യം ഇന്ന് ഈ ശുശ്രൂഷകളിൽ വെളിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാവിൽ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കും. പ്രിയ ബിനിജ സിസ്റ്റർ നമ്മുടെ ദൈവം കുഞ്ഞുങ്ങളുമായി 3 കുഞ്ഞുങ്ങൾ നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ച സഹോദരിയാണ്. സഹോദരിക്ക് ഒരു ജോലിയൊക്കെ കിട്ടിയാണ്. നമ്മൾ പ്രാർത്ഥിച്ച ദൈവം നമ്മൾ സ്വർണ്ണം ചെയ്താട്ടെ.
പുള്ളിയുടെ ഹസ്ബൻഡ് ഇന്ന് സ്നാനത്തിന് വേണ്ടി ഇവിടെ വന്നിരുന്നു. എത്ര പേർ കണ്ടു പരിചയപ്പെട്ടു എന്നറിയില്ല. ഹല്ലേലൂയ. ഇവിടെ വന്നിരുന്നു. സ്നാന ശുശ്രൂഷ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? പോകുവാൻ ഇടയായിത്തീർന്നു. ഈ ആലയത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുന്നുണ്ടോ? ഒരു അവകാശം എൻ്റെ പേരിൽ ഉണ്ട് കേട്ടോ. അതിൻ്റെ പേരിൽ ഒരു അവകാശമുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ മഹത്വം ശക്തിയോടെ വെളിപ്പെടുത്തുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. തുടർന്ന് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് വരും. നിങ്ങളുടെ വാക്യം പറഞ്ഞു ചെന്നാട്ടെ. അധ്യായങ്ങളിൽ ഒരു അധ്യായമാണ് ഈ 50. ഏറ്റവും അത്ഭുതം, ഇതൊരു പ്രവചന പുസ്തകമാണ്. ഇതിനെക്കുറിച്ച് ഭയങ്കര ആശയപരമായിട്ടുള്ള ബുദ്ധി ഇതുണ്ടായിരുന്നു. ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് യഹൂദ ചിന്തകന്മാരും അവിടെ ഇടയിൽ പലവിധമാകുന്ന സംഘർഷങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ചിലർ അതേ ക്രിസ്തുവിനെ കുറിച്ചാണെന്ന് വ്യക്തമായിട്ട് ചിലർ ക്രിസ്തുവിനെ കുറിച്ചാണെന്ന് വ്യക്തമായിട്ട് എന്ത് ചെയ്തു? ശ്രദ്ധിക്കൂ, അത്ഭുതകരമായ ഈ അധ്യായങ്ങളിൽ പാപികൾക്ക് വേണ്ടിയുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങൾ, മരണം, കഷ്ടതകൾ, അടക്കം, ഉയർപ്പ്, ഇതെല്ലാം ഉദരിക്കുകയാണ്. സ്വർഗാരോഹണം, ഇതെല്ലാം ഇതിന്റെ അധ്യായത്തിന്റെ അകത്ത് ദൈവം എന്തിന്റെ പ്രവചനാത്മാവിൽ എഴുതി വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഫിലിപ്പോസിനോട് ദൈവം പറഞ്ഞു, ഫിലിപ്പോസേ, ഹല്ലേലൂയ, അവനെ ഉണർത്തിയിട്ട് പറഞ്ഞു, നീ ഗസ്സയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാം. ഹല്ലേലൂയ. ദൈവം അവനെ എന്ത് ചെയ്തു? അങ്ങോട്ട് അയച്ചു. കുഞ്ഞുങ്ങൾ ക്ലാസ് എടുത്ത് പറഞ്ഞത് പറഞ്ഞു, അങ്ങോട്ട് അയച്ചു. അങ്ങോട്ട് അയച്ചിട്ട് പറഞ്ഞു, നിർജ്ജന പ്രദേശത്തേക്ക് പോവുകയാണ്. എത്യോപ്യൻ രാജ്ഞിയുടെ മന്ത്രിയായിരിക്കുന്ന കറുത്ത വർഗക്കാരനായ നീഗ്രോയായ ഈ മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? ഈ കന്നത്തക്കാരനായ ഈ ഷണ്ണൻ യെരൂശലേമിനെ ആരാധിച്ചിട്ട് തിരിച്ചു വരിക. സ്വർഗ്ഗം കണ്ടു. അവൻ തിരിച്ചു വരുന്നത്, അവൻ വായിക്കുന്നത് എന്താ? 23-ാം അധ്യായം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. 53-ാം അധ്യായം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവാത്മ പറഞ്ഞു, നീ തേജിനോട് ചേർന്ന് നടക്കാം. അവൻ ചേർന്ന് നടന്നു. ഹല്ലേലൂയ. എന്നിട്ട് ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? ഫിലിപ്പോസ് ചോദിച്ചപ്പോ ആരും പൊരുൾ തിരിച്ചു തരാതെ എങ്ങനെ ഗ്രഹിക്കോ? ഫിലിപ്പോസ് അതിന്റെ അകത്ത് കയറി യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം വ്യക്തമായി ഫിലിപ്പോസിലൂടെ ദൈവം വിളിച്ചു പറയും. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അന്നത്തെ കാലഘട്ടത്തില് പഴയ നിയമ പ്രവാചകന്മാരില് പുതിയ നിയമത്തില് യേശുവിന്റെ കാലഘട്ടത്തില് ഒരു കൂട്ടൽ യഹൂദന്മാർ അത് പഠിച്ചുകൊണ്ടിരിക്കുക. ഇത് ആരെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്? ഫിലിപ്പോസിന് കിട്ടിയ ആത്മീക വെളിപ്പാട് ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. വചനം വ്യാഖ്യാനിച്ചെങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, യഥാർത്ഥത്തിൽ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ പല വചനങ്ങളും എന്ത് കിട്ടില്ല, അതിന്റെ അർത്ഥം പിടികിട്ടുകയില്ല. സ്തോത്രം. അതുകൊണ്ട് ആത്മാവിൽ അത് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് വെള്ളമുള്ള സ്ഥലം വന്നപ്പോൾ എന്ത് ചെയ്തു? താഴെ വെള്ളം. എന്ത് വിനോദം! താഴെ വെള്ളം. ഫിലിപ്പോസ് ചോദിച്ചു, നീ പൂർണ്ണ ഹൃദയത്തോടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കണമെങ്കിൽ പറഞ്ഞ വാക്യം ഇതാണ്, അതെ, യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു വെളിപ്പാടെന്ന് പറയുന്ന അത് ഭയങ്കര വെളിപ്പാടാണ് കേട്ടോ. കറുത്ത വർഗ്ഗക്കാരനെന്നോ താഴ്ന്നവനെന്നോ ഉയർന്നവനെന്നോ വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ ശക്തി അത് മതി കേട്ടോ. ഹല്ലേലൂയ. താഴോട്ട് വായിച്ച രണ്ടാം വാക്യം.
അതാ പറഞ്ഞ യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ആ വെളിപ്പെടുത്തിയത് ആർക്കാ? ഈ ഷണ്ണന ദൈവം വെളിപ്പെടുത്തിയ യഹോവയുടെ ഭുജം, യഹോവയുടെ മഹത്വം അവനിൽ വെളിപ്പെട്ടു. ഇത് പകരം ഈ കുഞ്ഞുങ്ങളുടെ മേൽ, ഇവിടെ ഇരിക്കുന്ന ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു. ദൈവത്തിന്റെ വചനം വായിച്ചപ്പോൾ മഹത്വം നമുക്ക് വെളിപ്പെട്ടു. നമ്മൾ വിളിക്കുന്നത് നമ്മുടെ മണ്ണം നോക്കിയൊന്നും അല്ല, നമ്മുടെ പൊണത്തടി നോക്കിയല്ല, നമ്മുടെ ബുദ്ധി നോക്കിയല്ല, നമ്മുടെ കഴിവ് നോക്കിയല്ല, നമ്മുടെ ഒന്നും കുടുംബ പശ്ചാത്തലം നോക്കിയിട്ടല്ല, മഹത്വം നമ്മുടെ മേൽ വെളിപ്പെട്ടത്. ഈ വെളിപ്പാട് നമ്മുടെ അകത്ത് വന്നത് കൊണ്ട് അവൻ ഇളയ തൈ പോലെ വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെ. അടുത്തത് അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, സൗന്ദര്യവും ഇല്ല. ആർക്കാ? യേശുവിനെ കുറിച്ചാ? രൂപഗുണം ഇല്ല, സൗന്ദര്യവും ഇല്ല, കോമളത്വം ഇല്ല, കണ്ടാൽ ആഗ്രഹിക്കപ്പെട്ട സൗന്ദര്യവും ഇല്ല. പിന്നെന്താണ്? അവൻ മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു. ഓ, മനുഷ്യനാൽ അവൻ നിന്ദിക്കപ്പെട്ടു, അവൻ ത്യജിക്കപ്പെട്ടു. നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും. അവൻ ത്യജിക്കപ്പെട്ടെങ്കിൽ, അവിടുന്ന് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചെങ്കിൽ, അവിടുന്ന് നമുക്ക് വേണ്ടി നിന്നയേറ്റെങ്കിൽ, മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവരൊക്കെ ക്രിസ്തുവിന്റെ ക്രൂശ മരണത്തിലേക്കുള്ള ആ യാത്രയിൽ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുന്നവർ ഭയാനക കാഴ്ചകൾ ക്രിസ്തുവിന്റെ മുഖത്ത് ചിന്തിച്ചു നോക്കി. തന്റെ ശരീരത്തിൽ 40 അടിയിൽ ഒന്ന് കുറഞ്ഞ് 39 അടി അടിച്ച് തന്റെ എന്താണ് തന്റെ ഭൂതഗതിയാണ് ഉയർച്ചാല് പോലെ കീറിയ പാടുകൾ, രോഗം പിടിച്ചു മറിച്ച പാടുകൾ, അവന്റെ മുഖത്ത് തുപ്പിയ പാടുകൾ, ഒരു ചിന്തിച്ചു നോക്കിയേ. ഇത് കണ്ടിട്ട് അവന്റെ മുഖത്തേക്ക് ഒന്നേ നോക്കാൻ കഴിഞ്ഞുള്ളൂ. അവന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ രോഗം ശീലിച്ചവനായോ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം. അങ്ങനെ ഒരു അവസ്ഥ കണ്ടാൽ നമുക്കൊന്ന് നോക്കാൻ പറ്റുമോ? ഒന്നേ നോക്കാൻ പറ്റൂ, ഒന്നേ നോക്കാൻ പറ്റൂ. അതുപോലെ അന്ന് കൂടിയിരുന്ന ശിഷ്യഗണം ഉൾപ്പെടെ, സ്ത്രീകൾ ഉൾപ്പെടെ ഒറ്റ പ്രാവശ്യമേ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയുള്ളൂ. കാരണം അത്രയ്ക്ക് അവൻ നിന്ദിതനായി മാറി, അത്രയ്ക്ക് അവൻ കഷ്ടം സഹിക്കുവാനായിട്ടിടയായിരുന്നു, അത്രയ്ക്ക് അവൻ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവനായി മാറി. എന്തിനു വേണ്ടിയാ? നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എനിക്ക് നിങ്ങൾക്കും വേണ്ടി. അവൻ ഇഷ്ടനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ അകൃത്യങ്ങളെ വേദനകളെ അവൻ ചുമന്നു. വേദന എന്ന് പറഞ്ഞിരിക്കുന്നത് അത് യഥാർത്ഥ ഭാഷാന്തരത്തിൽ നമ്മുടെ ബലഹീനതകളെ എന്നാണ് അവിടെ എന്ത് ചെയ്തത്? നമ്മുടെ ബലഹീനതകളെ അവിടുന്ന് എന്ത് ചെയ്തു? ചുമന്നു. നമുക്ക് എന്ത് ബലഹീനതയുണ്ടോ അത് ചുമക്കുന്ന ഒരു സ്വർഗമാണ് നമ്മുടെ സ്വർഗം. നമുക്ക് എന്തൊക്കെ പോരായ്മകളുണ്ടോ അതൊക്കെ വഹിക്കേണ്ട സ്വർഗമാണ് നമ്മുടെ സ്വർഗം. അവൻ രോഗം ശീലിച്ചവനായും നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. സഹോദരി, സഹോദര, കുഞ്ഞെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്ത് വേദനയുണ്ടെങ്കിലും
നമുക്ക് എന്ത് ഭാരമുണ്ടെങ്കിലും, നമുക്ക് എന്ത് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും, ആരെങ്കിലും നമ്മുടെ ഏതൊക്കെ രോഗികളായി നമ്മളായിരുന്നാലും, നമ്മുടെ രോഗത്തെ ചുമക്കുന്ന, നമ്മുടെ വേദനകളെ വഹിക്കുന്ന, നമ്മുടെ ബലഹീനതകളെ തോളിലെടുക്കുന്ന നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അപ്പോൾ നാം ചിന്തിച്ചത്, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചു വിധിക്കുന്നുവെന്ന് വിചാരിച്ചു. പ്രകടിപ്പിച്ചു കൊടുക്കുക. എത്ര പേർക്ക് കഴിയും? അറിയും നിന്റെ സ്നേഹത്തിന്റെ ആഴമാണ് എന്നെ ഇതുവരെ എത്തിച്ചത്, നിന്റെ സ്നേഹത്തിന്റെ ആഴമാണ് എന്നെ ഇവിടെ വരെ ഉറപ്പിച്ചത്, നിന്റെ മഹത്വമല്ലാതെ ഒന്നുമല്ല അപ്പ എന്ന് പറഞ്ഞ് ആ പാറവിടത്തിൽ വീട് കഴിയാൻ എത്ര പേർക്ക് കഴിയും? പ്രിയമുള്ളവരെ, ആ ക്രിസ്തു നമുക്ക് വേണ്ടി ഏറ്റ പങ്കപ്പാടുകൾ. ഹല്ലേലൂയ. രോഗത്തിൽ ബലഹീനതയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഹല്ലേലൂയ, നിന്റെ വേദനകളെ വഹിക്കുന്ന ഒരു സ്വർഗമുണ്ടല്ലോ. വിശ്വസിക്കുന്നെങ്കിൽ ഏത് രോഗമോ ഏത് ബലഹീന നമ്മളായിക്കൊള്ളട്ടെ, കർത്താവേ, ഈ വചനത്തിന്റെ ആഴത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വേദനകളെയും എന്റെ രോഗത്തെയും അങ്ങ് വഹിച്ചു എന്ന് വചനം പറയുന്നെങ്കിൽ, കർത്താവേ, എന്റെ ബലഹീനതകളെ, എന്റെ പ്രശ്നങ്ങളെ, ഇറക്കി വെക്കുന്നുവെന്ന് പറഞ്ഞാൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തു നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? കർത്താവ് നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. അതെ, എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, അതിനെ വഹിക്കുന്ന അവരുടെ വാക്യം 5. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അടികളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. പ്രസംഗിക്കേണ്ടതാ, ഒത്തിരി വാക്യങ്ങളൊക്കെ എടുത്ത് പ്രസംഗിക്കേണ്ടതാ. പക്ഷേ പറ്റത്തില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തവും മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു. നമ്മുടെ സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷ നമ്മുടെ കർത്താവ് ഏറ്റെടുത്തു. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അത്രയും വ്യഥ ക്രൂശിൽ താൻ സഹിച്ചത് നമ്മുടെ വേദനകളെ വഹിക്കാൻ, നമ്മുടെ രോഗങ്ങളെ വഹിക്കാൻ, നമ്മുടെ ബലഹീനതകളെ ചുമക്കാൻ, നമ്മുടെ പാപങ്ങളെയും അതിക്രമങ്ങളെയും അകൃത്യങ്ങളെയും വഹിക്കാൻ വേണ്ടിയാണ് ആ കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായി. അവിടെ വെച്ച് കർത്താവ് തന്റെ ശരീരം ആരും ഉപദ്രവിക്കപ്പെടാതെ അവിടെ രക്തമൊരുക്കിയത് നമ്മൾ വായിച്ചിട്ടില്ലേ? ഗെത്സമനയിൽ ആരും തന്നെ എന്തില്ല, ആരും തന്നെ എന്തില്ല, അപ്പോഴാണ് ലോകത്തിന്റെ സകല പാപവും, എന്റെയും നിങ്ങളുടെയും പാപവും അകൃത്യവും അതിക്രമവും യേശുവിന്റെ തോളിന്മേൽ വെച്ചു. ആ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോഴാണ് ഹല്ലേലൂയ തന്റെ ശരീരം എന്ത് ചെയ്തു? വിയർപ്പ് തുള്ളികൾ, രോമകൂപങ്ങൾ വികസിക്കാൻ തുടങ്ങി. വിയർപ്പ് വീഴുന്നതുപോലെ രക്തത്തുള്ളികൾ വീഴുവാൻ തുടങ്ങി. ഹല്ലേലൂയ നിലത്ത് ഇറ്റിറ്റ് വീഴുവാൻ തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ താൻ പ്രതികരിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നോട് നീക്കണമേ. എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം പോലെ. രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി, പ്രിയപ്പെട്ടവരെ, കഷ്ടത അനുഭവിക്കുമ്പോൾ, അവരുടെ വേദന അനുഭവിക്കുമ്പോൾ നിലവിളിക്കുന്ന സഹോദരി സഹോദര, പ്രാർത്ഥിക്കുന്ന കുഞ്ഞെ പൈതലെ, നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം. അവിടെ എന്താണ് യേശു പറഞ്ഞപ്പോൾ അടുത്താണ് ഒരു വാക്കുകൂടെ ചേർക്കുകയാണ്, എന്റെ ഇഷ്ടമല്ല പിതാവേ, അവിടുത്തെ ഇഷ്ടം പോലെ. Praise the Lord. Hallelujah. പിതാവിന്റെ ചങ്ക് പിടഞ്ഞ് കേട്ടോ, പിതാവിന്റെ ചങ്ക് പിടഞ്ഞ്. ഹല്ലേലൂയ. നമ്മുടെ പിതാവിന്റെ ചങ്ക് പിടഞ്ഞിട്ട് ദൂതനോട് പറഞ്ഞു, ദൂത, എന്റെ മകന്റെ അടുക്കലേക്ക് ഇറങ്ങിച്ചെല്ല്, അവൻ തകർന്നിരിക്കുകയാണ്, ഇറങ്ങിച്ചെല്ല്. ദൂതന്മാർ ഇറങ്ങി വന്ന് യേശുവിനെ ബലപ്പെടുത്തിയത് ഇന്ന് പകൽ വിളിച്ചു പറയുന്നു,
നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന ആമേൻ ആമേൻ ഓ മിഖമേ വിരമേ ശക്തി പകരുന്നതുവാ നിന്റെ ബലം പകരുന്നതുവാ ഹല്ലേലൂയ ആമേൻ ബലവാ ഹല്ലേലൂയ സൈബാരി ബലാ ജിബലാരി ബലാരി ബലാ ആമേൻ മേരെ സഖാ ബലാ ജമാരി ബലാ അമ്മേരോ സഖാ ബലാ ഓ യേമേരേ മേരേ മേരേ ആമേൻ സമേ ലോകാലോ മാരോ നാമേ ഹിലാ ബിയോ സമേ നമേ ബലാ ജനാ ജനാ ബലാ സമേ ഹൈബേ ബലാ സഖാ ജഗലാ 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 സമേ നാമാരേ 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 ഹസേ മരേ ഹസേ മരേ വിരമേ നമരേ ശിവേ ആഖേ ബലാ ശിവേ ഓ ജയം സഹോദരി കുഞ്ഞെ പിതാവേ മാതാവേ നമ്മുടെ അടുക്കൽ ദൂരം നടക്കും. ഹല്ലേലൂയ യേശുവിന്റെ അടുക്കൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ അടുക്കൽ നമ്മെ ബലപ്പെടുത്താനേ ശമനാരി ബലാ യെസ് അവരോട് കർത്താവിനോട് പറഞ്ഞു നോക്കിക്കേ, കർത്താവേ എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല, എന്റെ ചങ്ക് പിടയുകയാണ്, എന്റെ ചങ്ക് പൊടിയുകയാണ്, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. പിതാവേ നിന്റെ ഇഷ്ടത്തിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നിന്റെ ജീവിതത്തെ സമർപ്പിക്കാൻ നീ തയ്യാറായ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നിന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ നീ തയ്യാറായ, Hallelujah. 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 Thank you, Lord. അതാ ക്രൂശിലെ വെളിപ്പാട്, അതാ ക്രൂശിലെ വെളിപ്പാട്, അതാ ഗെത്സമനയിലെ വെളിപ്പാട്. സ്തോത്രം. ഇനി ഗബതയിലുണ്ട്, പറയാൻ സമയമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അത് അതിലേക്ക് വലിയ വെളിപ്പാടാ. ഗോൽഗോത്തയുണ്ട്, അതിലും അതിലേക്ക് വലിയ വെളിപ്പാടാ. ഇന്ന് പകൽ നാം തിരിച്ചറിയട്ടെ, ആളുടെ ഗബതയിൽ വെച്ചോ, ആളുടെ ഗെത്സമനയിൽ വെച്ചോ, ഗോൽഗോത്തയിൽ വെച്ചോ, ഹല്ലേലൂയ, സ്തോത്രം, തകർക്കപ്പെട്ടവനായി തീർന്നത് നമ്മുടെ അതിക്രമം, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തമോ, ആളുടെ മുറിവേറ്റം തകർന്നവനുമായി തീർന്നെങ്കിൽ Hallelujah. Praise the Lord. Savari ke belesh. എത്ര പേർക്ക് കഴിയും? സമർപ്പിച്ച കർത്താവേ എന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വേശിയോട് നമ്മൾ എടുക്കുകയും നമുക്ക് വേണ്ടി അവസാനത്തുള്ളിൽ രക്തം ഊറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് വേണ്ടി അവസാനത്തുള്ളിൽ രക്തം ഊറ്റി. പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു, ഈ നീതിമാന്റെ കാര്യത്തിൽ പീലാത്തോസൻ നീ ഇടപെടരുത്. കഴിഞ്ഞ രാത്രിയിൽ സ്വപ്നത്തിൽ ഞാൻ ഒരു വ്യഥ അനുഭവിച്ചു കേട്ടോ. ഹല്ലേലൂയ. പീലാത്തോസ് പറഞ്ഞു, ഇവരിൽ കുറ്റം ഒന്നും കാണുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. മാറി മാറി കോടതികളിൽ വിസ്തരിച്ചിട്ടും ഇവരിൽ കുറ്റമൊന്നും കാണുന്നില്ലെന്ന് പീലാത്തോസ് വിളിച്ചു പറഞ്ഞിട്ടും ക്രൂശിൽ കിടന്നുകൊണ്ട് കള്ളൻ വിളിച്ചു പറഞ്ഞു, ഇവൻ നീതിമാനായ ഒരു മനുഷ്യനാണ്. നമ്മൾ തെറ്റ് ചെയ്തിട്ടാണ് ഈ ക്രൂശീകരണം വെച്ചത്. ഇവനോ നീതിമാനായ മനുഷ്യൻ. ആവർത്തിച്ച് യേശുവിന്റെ മുഖത്ത് നോക്കി പലതും പറഞ്ഞു. ഇവൻ നീതിമാനായ മനുഷ്യനാണെന്ന്, ഇവൻ വിശുദ്ധനായ മനുഷ്യനാണെന്ന്, ഇവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. ഹല്ലേലൂയ. പക്ഷേ എന്നിട്ടും നമ്മുടെ അരുമനാഥനെ Hallelujah. ഗബതയിൽ വെച്ച് ഒരു വെളിപ്പാട് കൂടെ ഞാൻ നിങ്ങളോട് പറയാം. ഗെത്സമനിയിൽ വെച്ച് ലോകത്തിന്റെ മുഴു പാപവും യേശുവിന്റെ ചുമലിലേക്ക് വെച്ചപ്പോൾ താൻ ശിക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഗബതയിൽ വന്നപ്പോൾ പിതാവായ ദൈവം മുഖം മറച്ചിട്ട് ലോകത്തിന്റെ എന്റെയും നിങ്ങളുടെ അതിക്രമവും അകൃത്യവും യേശുവിന്റെ തോളിൽ ഇരിക്കുന്നത് പിതാവ് കണ്ടിട്ട് ചട്ടവാറുകൊണ്ട് ആ മുതുകത്തടിക്കുകയാണ്. പാപത്തെ ഞാൻ ഏൽക്കണ്ടു
ദൈവത്തിന്റെ ശിക്ഷ ഞാൻ ഏൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. ശിക്ഷാവിധി നമ്മുടെ അടിമനാഥന്റെ മുതുകിൽ അടിക്കുകയാണ്. അല്ലേ? ശിക്ഷ നമുക്ക്, പാപം ചെയ്ത ശിക്ഷ നമുക്കാ കിട്ടേണ്ടത്. പക്ഷെ തമ്പുരാൻ നോക്കിയപ്പോൾ ഇപ്പൊ പാപം മുഴുവൻ വാഴപ്പുള്ളിൽ ഇരിക്കുക, യേശുവിന്റെ തോളിൽ ഇരിക്കുക. വെറുതെ വിടാൻ പറ്റുമോ? ദൈവത്തിന്റെ നീതിബോധത്തിന്റെ പാപം ചെയ്യുന്നവൻ ശിക്ഷ അനുഭവിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ലോകത്തിന്റെ പാപം ചെയ്തിട്ടല്ല ക്രിസ്തു ശിക്ഷ അനുഭവിച്ചത്. ഹല്ലേലൂയ, പാപം ചെയ്തിട്ടല്ല, നമ്മുടെ പാപങ്ങളെ ചുമന്നത് കൊണ്ട്, നമ്മുടെ പാപങ്ങളെ വഹിച്ചത് കൊണ്ട്, നമ്മുടെ അതിക്രമങ്ങളെ വഹിച്ചത് കൊണ്ട് ക്രിസ്തു അവരുടെ ശിക്ഷ അനുഭവിച്ചത്. പിതാവാം ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് നോക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും പാപം യേശുവിന്റെ ചുമലിലിരിക്കുകയാ. അതിനെ ശിക്ഷിക്കാതെ വിടുവാൻ ദൈവത്തിന് നീതി ബോധത്തിന് കഴിയില്ല. പീലാത്തോസിനോട് പറഞ്ഞു, പീലാത്തോസ് അവന് യേശുവിനെ ക്രൂരമായി ശിക്ഷിക്കുവാൻ ജനത്തിന്റെ സമ്മർദ്ദം നിമിത്തം ഏൽപ്പിച്ചു കൊടുത്തു. അവനെ അടിപ്പിച്ച് വിട്ടയക്കൊണ്ടൊക്കെ പറഞ്ഞതാ. അടിച്ചു കഴിയുമ്പോൾ ജനത്തിന്റെ എന്ത് ചെയ്യും? മനോഭാവം മാറി. ആ കഷ്ടത കാണുമ്പോൾ എന്ത് ചെയ്യും? മനസ്സലിഞ്ഞിട്ട് അവനെ വിട്ടയക്കുമെന്ന് ചിന്തിച്ചാൽ ഞാൻ അവനെ അടിപ്പിച്ച് വിട്ടയക്കുമെന്ന് പറഞ്ഞത്. പക്ഷെ എന്നിട്ടും മാറിയോ? ഇല്ല. നമ്മുടെ പാപം ചുമന്നത് പിതാവാം ദൈവം കണ്ടപ്പോഴാണ് തന്റെ മുതുകത്തിൽ തോളിൽ താഴെ അവനെ പ്രഹരമേൽക്കുവാനായിട്ടിടയായിട്ടുള്ളത്. അതാ എപ്പതയിലെ വെളിപ്പാട്. അവനെ ഈ കണ്ണുകളെ അടച്ചാട്ടെ, ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവമഹത്വം നമ്മുടെ മേൽ വെളിപ്പെടേണ്ടതിനായി ഒന്ന് സമർപ്പിക്കാം, ഒന്ന് സമർപ്പിക്കാം. ആ കൃഷ്ണനെ ധ്യാനിച്ചാട്ടെ, കൃഷ്ണനെ ധ്യാനിച്ചാട്ടെ. എല്ലാവരും കൃഷ്ണൻ. Jesus, hallelujah. Oh, Jesus, hallelujah. കർത്താവിന്റെ നമ്മുടെ അടുക്കലുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഏവർക്കും ഇതിൽ നിന്നും പങ്കാളിയാകാം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട കൂട്ടായ്മയിൽ ആചരിച്ച് ഇവിടെ വന്നവർക്കും നിങ്ങളുടെ സഭയിൽ നിരന്തരം കർത്താവിന്റെ മേശ പങ്കാളിയാകുന്നവർക്കും എന്ത് ചെയ്യാം? എടുക്കാൻ പ്രശ്നമൊന്നുമില്ല. ഹല്ലേലൂയ. പുതിയ കുറേ ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങളുടെ സഭയിൽ നിങ്ങളെ ഏതെങ്കിലും കാരണത്താൽ അത് വിലക്കിയിട്ടുണ്ടെങ്കിൽ ദയവായി എടുക്കാൻ പാടില്ല. ഇന്ന് കണ്ടതുപോലെ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് മുഴുവൻ സ്നാനമേറ്റവർക്ക് വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് ഇതിൽ പങ്കാളിയാകാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതിനായി ദൈവത്തിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. രക്ഷിക്കപ്പെട്ടില്ല, സ്നാനപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ഇതിൽ എന്ത് ചെയ്യണം? ഒഴിഞ്ഞ് ഇരിക്കേണ്ടതാണ്.